ആ എൻ്റെ ആദ്യത്തെ ഇൻട്രോഡക്ഷൻ ഫുൾ കോളായി അബദ്ധാക്കിയതാണ് ഞാനിത്. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ചർച്ച് സ്ട്രീറ്റിലാണ്. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും അടിപൊളിയായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇനി വീഡിയോ ഉള്ളൂ. ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചർച്ച് സ്ട്രീറ്റിലാണ്. ഈ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താ തിരക്കില്ലാത്തതെന്നാ? ഇതാ നേരെ നടന്നാൽ ഭയങ്കര തിരക്കാണ്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വണ്ടി ഇട്ട് കാണുന്നില്ലേ, നല്ല തിരക്കാണ്. ഒരു വണ്ടി പോലും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ഞാൻ അപ്പം ബാംഗ്ലൂരിൽ ഇപ്പോൾ 2-3 ദിവസമായി എത്തിയിട്ട്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിലെ വീട്ടിലാണ് നിൽക്കുന്നത്, ഫ്രണ്ടിൻ്റെ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ചർച്ച് സ്ട്രീറ്റിൽ പോകുന്ന വഴിക്ക് പുതിയ ഫോണൊക്കെ വാങ്ങിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അഹങ്കാരം കൊണ്ട് ഒരു ഫോണൊക്കെ കിട്ടിയതല്ലേ, ഒരു വീഡിയോ അങ്ങോട്ട് എടുത്ത സമയത്ത് എനിക്ക് തോന്നി എന്തുകൊണ്ട് അത് യൂട്യൂബ് ചാനൽ ഇട്ടുവിടാൻ. അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതാ ഞാൻ തുടങ്ങി. എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന പോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ഇട്ടോളൂ. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ സാധനങ്ങളില്ലേ, നോക്കി നിങ്ങൾ സൈഡൊക്കെ നോക്കുന്നത് കാണുന്നില്ലേ, അപ്പുറത്തും ഇപ്പുറത്തും കുറേ അടിപൊളി ഫുഡ് ഐറ്റംസും ഡ്രസ്സൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പം മെയിനായിട്ട് എൻ്റെ കണ്ണ് പോയ ഫുഡ് ഐറ്റംസ് പറയുന്നത് മൊമോസ് ഉണ്ട്, വടാപ്പാവ് ഉണ്ട്, ദോശ ഉണ്ട് കേട്ടോ, വെറൈറ്റി ദോശകളൊക്കെ ഉണ്ട്. ആ ദോശൻ്റെ അടുത്ത് കൂടി പോയപ്പോൾ അടിപൊളി സ്മെല്ലും ഉണ്ടായിരുന്നു. 5 പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല. നമുക്ക് ബാക്കി കാണാം. ഇവിടെ ഞാൻ മെയിനായി ശ്രദ്ധിച്ചത് എന്താ വെച്ചാൽ, ഈ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ചേച്ചിമാരിൽ എന്തൊരു ഡ്രസ്സാന്ന് പറയുക, അടിപൊളി മേക്കപ്പ് ചെയ്ത് സെറ്റായി ലുക്കായിട്ട് അവർ വന്ന് നോക്കി ഫുൾ വിൽക്കാനിരിക്കുന്നത്. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ അടിപൊളി പബ്ബും കാര്യങ്ങളും ഈ പോഷായുള്ള സാധനങ്ങളുണ്ട്. ഇവിടെ ലോക്കലായിട്ടുള്ള സാധനങ്ങളുണ്ട്. ചീപ്പ് എന്ന് പറഞ്ഞാൽ ഈ 100, 150, 200 രൂപയ്ക്ക് ഷർട്ടും ഇതാ കണ്ടോ. ഈ ടീഷർട്ടിനൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ 300 രൂപയുള്ളൂ എന്ന് ഈ ഏട്ടന്മാർ പറഞ്ഞത്. പക്ഷെ ഞാൻ വാങ്ങിയിട്ടില്ല, എൻ്റെ പൈസ ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചേച്ചിമാരും കുറേ ചേച്ചിമാർ ഫുള്ള് ഈ ഷർട്ട് വാങ്ങാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ തൊപ്പി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ 2-3 തൊപ്പിയൊക്കെ തലയിലൊക്കെ എടുത്ത് വെച്ച് നോക്കി. പിന്നെ എനിക്ക് എന്നെ വലിയ കോൺഫിഡൻസ് ഇല്ലാതെ ഞാൻ അത് ഇടുന്നില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ, ചെരുപ്പ്, അതിനൊക്കെ 200 രൂപയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ പക്ഷേ വലിയ ക്വാളിറ്റി ഒന്നും തോന്നിയില്ല. നിങ്ങൾ നോക്കി നോക്കും. ഈ പാനിപ്പൂരി ഇവിടെ എന്താ വെച്ചാൽ മെയിനായിട്ട് ഇതില്ലേ, പാനിപ്പൂരി സാധാ പാനിപ്പൂരി അല്ല, ഇത് മറ്റേ കുറേ മിൻറ്റ് വെച്ചിട്ടും അങ്ങനെ കുറേ 4-5 വെറൈറ്റീസ് ഉണ്ട്. റെഗുലർ കണ്ടോ റെഗുലർ, പിന്നെ എന്താ സാധനം അസ്മ സ്വീറ്റ്, അതെന്താണാവോ, എന്തൊക്കെയോ ഞാൻ തന്നെ ഇതുവരെ കാണാത്ത എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഞാൻ അയാളോട് ഒരു സാധനം തരാൻ പറഞ്ഞിട്ട് അയാൾ തന്നില്ല. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഞാൻ പിന്നെയും നടന്നു. നമുക്ക് നേരെ നടക്കാം. അതെ ഇവിടെ കുറേ ഷൂസ് ഉണ്ട്. നൈക്കിൻ്റെ എല്ലാ തരം ചാത്തൻ ഷൂകളും ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇതിന് ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ 900 രൂപ ഉണ്ടെന്ന് പറഞ്ഞാൽ. എനിക്ക് നാട്ടിൽ ഇതിന് 1000 സംതിങ് എബോ ഉണ്ടാവും തോന്നും. ഇത് അത്യാവശ്യം വില കുറവിന് ചാത്തൻ സാധനങ്ങൾ കിട്ടും കേട്ടോ, കുഴപ്പമില്ല. ക്വാളിറ്റി ഒരു ആവറേജ് ഒക്കെ പറയാം. ചാത്തൻ സാധനത്തിന് എങ്ങനെ ഉണ്ടാവും, അത്രയൊക്കെ തന്നെ. നാട്ടിലെ പോലത്തെ, നാട്ടിലൊരു ചാത്തൻ സാധനം വാങ്ങുമ്പോൾ എങ്ങനെ ഉണ്ട് അതേ സാധനം. ലുക്കുള്ള നേപ്പാൾ ചേച്ചീൻ്റെ അടുത്ത് ഞാൻ ഒരു മൊമോസ് വാങ്ങിച്ചിട്ടുണ്ട്. മൊമോസ് പറഞ്ഞാൽ 6 പീസായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ എടുക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. ആക്രാന്തം കൊണ്ട് ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. എങ്ങനെ തീർന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ഏന്തിയും വരഞ്ഞൊക്കെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കാം. നല്ല തിരക്കുണ്ടായിരുന്നു ഈ സ്ഥലത്ത് കൂടി നടക്കുമ്പോൾ. ഇതിനൊക്കെ ഈ സൈഡിൽ കാണുന്ന ഓർണമെൻറ്റ്സിനൊക്കെ 20, 30, അങ്ങനെ 50 കുറവാണ്, ചീപ്പേ ഉള്ളൂ. ഈ ഏട്ടനോട് ഞാൻ വില ചോദിച്ചപ്പോൾ 100 രൂപ പറഞ്ഞു. അപ്പം നല്ല ഭംഗിയുണ്ടല്ലോ, പിന്നെ ജോലി കിട്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചു. നല്ല അടിപൊളി രസമുള്ള അടിപൊളി വളകൾ പോലത്തെ സാധനം, ബ്രേസ്ലെറ്റ് അവിടെ ഫുള്ളുള്ളത്. ഇതിനകത്ത് ഈ സാധനത്തിന് 100 രൂപ ഇവർ പറയുന്നുള്ളൂ. പക്ഷേ എൻ്റെ നാട്ടിൽ നിന്നകത്ത് 150 രൂപയ്ക്ക് വാങ്ങിച്ചു ഗൈസ്. നഷ്ടം പെട്ടുപോയി. ഇത് കണ്ടോ, കുറേ ലോക്കറ്റ്സും ഉണ്ട്, ചെയിനും ഉണ്ട്. ചെയിൻ ഗോൾഡൻ കളറ്, സിൽവർ കളറ് ഒക്കെ ഉണ്ട്. നമുക്ക് വേണ്ടത് ചൂസ് ചെയ്തിട്ട് ലോക്കറ്റ് വാങ്ങാം. ലോക്കറ്റിന് കുട്ടി പൈസയേ ഉള്ളൂ, അധികമൊന്നുമില്ല. ഈ കാണുന്നത് നമ്മുടെ തൃശ്ശൂരുള്ള ഷോപ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫുൾ പ്രോപ്പർട്ടി, ഇത് ഫുൾ വലിയ സംഭവമാണ്. അതിൻ്റെ ഉള്ളിൽ കുറേ ക്ലബ്ബും ഹോട്ടലും ഒക്കെ ഉണ്ട്. പാരഗണും RCBൻ്റെ ക്ലബ്ബൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഈ കാണുന്ന ജസ്റ്റ് ഓപ്പോസിറ്റ് കാണാം സോഷ്യൽ ക്ലബ്ബാണ് കേട്ടോ.
സോഷ്യൽ ക്ലബ് ഇതിനകത്ത് പൊതുവെ എല്ലാ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കയറി കപ്പിൾസിന് പൊതുവെ എൻട്രിയാണ്, ഗേൾസിൻ്റെ പിന്നെ ഫ്രീ എൻട്രി ആണ്, എവിടെ പോയാലും ഫ്രീ എൻട്രി. അതാണ് ഈ ബാംഗ്ലൂരിൻ്റെ ലാഭം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ 8-9 ടൈമിൽ പോയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ചില്ല് മോഡും ഇല്ലായിരുന്നു. ഏതോ പാട്ട് വെക്കുന്നു, കുറേ പേര് അവിടെ ഇരുന്ന് തിന്ന്, വേറെ ഒന്നും പ്രത്യേകിച്ച് ഡാൻസും പരിപാടിയൊന്നുമില്ല. ഇതാണ് ഈ സിഗരറ്റ് വലിക്കുന്നവർക്കുള്ള ഏരിയ. എത്ര വേണമെങ്കിൽ വലിച്ചുകൊണ്ടിരിക്കാം, ആരും ഒന്നും പറയില്ല. ഇവിടെ ഈ ചേട്ടൻ തന്നെ എന്തോ കറക്കിക്കൊണ്ടിരിക്കുന്നു, കാണാനാകെ ഞാനും 2-3 പേരും, ബാക്കിയൊക്കെ തീറ്റ. ബാംഗ്ലൂരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം പരിപാടി എന്താണെന്നറിയോ? ഗേൾസിന് എവിടെ പോയാലും പൈസയെ കൊടുക്കണ്ട, ഏത് ക്ലബ്ബിൽ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ വലിഞ്ഞു കയറിച്ചല്ല. ഈ ബോയ്സ് കപ്പിൾസായിട്ട് വരികയാണെങ്കിൽ ഗേളും ബോയും കൂടി വരികയാണെങ്കിലും പൈസ ഒന്നും കൊടുക്കണ്ട. പക്ഷേ 2 ബോയ്സാണ് പോകുന്നതെങ്കിലോ കഴിഞ്ഞു, നല്ല പൈസയും കൊടുക്കാതെ ഇതിൻ്റെ ഉള്ള ഒരു കയറ്റിയില്ല. അത് 2 തടിയന്മാരന്മാർ എല്ലാ ക്ലബിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതെ ഈ വണ്ടി കണ്ടില്ലേ, ഈ വണ്ടി ഏതോ KTM എന്താ ഹക്ക് പറഞ്ഞോ എനിക്ക് അറിഞ്ഞൂടാ, ഏതോ വൃത്തിയുടെ പേര് പറഞ്ഞു. പക്ഷെ കാണാൻ നല്ല അടിപൊളി ഗുമ്മുണ്ടായിരുന്നു. എനിക്ക് പേര് വണ്ടീനെ പറ്റി വലുതായിട്ട് ഐഡിയ ഒന്നുമില്ല കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തടിമാടന്മാർ. നല്ല അടിപൊളി ലുക്കുള്ള കുട്ടികളുണ്ടാവും കേട്ടോ എല്ലാ ക്ലബ്ബിലും. ഇതിൽ കുറേ നല്ല അടിപൊളി ഭംഗിയുള്ള ചേച്ചിമാരും ഏട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിനി പിന്നെ മുമ്പോട്ട് പോയി നമുക്കിനി അടുത്ത പരിപാടി നോക്കാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞത് ഷോബാസിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് പോകാം. ഇതൊക്കെ കണ്ട വലിയ കറങ്ങുന്ന ഫാനൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ പാരഗണിൻ്റെ ബ്രാഞ്ച് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. കയറിയാൽ തന്നെ ആദ്യം കാണുന്നത് ആ പാരഗണിൻ്റെ എംബ്ലൊക്കെ വെച്ചുള്ള പാരഗണിലേക്കുള്ള എൻട്രിയാണ്. പക്ഷെ നമ്മളവിടെ കയറുന്നില്ല. അത് മുമ്പ് പോകുന്ന സാധനമല്ലേ, അതാണ് ഞാൻ. ബാക്കിൽ വരുന്ന 2 എണ്ണമാണ് എൻ്റെ ഫ്രണ്ട്സ്. എന്നെ ചർച്ച് സ്ട്രീറ്റ് കാണിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ് കൂട്ടിയതാണ്. പക്ഷെ ഒന്നും തിന്നാൻ പോലും വാങ്ങിച്ചു തന്നിട്ടില്ല. നടക്കാം. ഇവിടെ കുറേ പേര് മറ്റേ ഗേൾ ഫ്രണ്ട്സിനൊക്കെ കൂടെ ഇരുന്ന് ചൊല്ലുന്നുണ്ട്. കുറേ പേര് ലാപ്ടോപ്പ് ഒക്കെ എടുത്ത് വെച്ച് കുത്തുന്നുണ്ടായിരുന്നു. ഇനി നേരെ നമ്മൾ പോകാൻ വന്ന പാരഗൺ എൻട്രൻസാണ് കാണുന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ നാട്ടിലെ പാരഗണിൽ പോലെ തന്നെ ഇവിടെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. ടുഡേ സ്പെഷ്യൽ എന്തൊക്കെയോ ചെറുപുറ സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ബാർ ആൻഡ് കഫേ ദ വേ എന്ന് എഴുതി വെച്ച് കണ്ടില്ലേ. ഈ കാണുന്ന റൈറ്റ് സൈഡാണ് നമ്മൾ RCBൻ്റെ ക്ലബ്ബ്. ഇപ്പോൾ IPL നടക്കുന്ന ഡേ ആണെങ്കിൽ ഫ്രീ എൻട്രി ആണെന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്. സത്യമാണോ അല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ കമൻറ്റ് ചെയ്യും, അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഈ കാണുന്ന ഹാളിൽ അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റിയില്ലേ. ഫുൾ മാർബിൾ കൊണ്ട് ഫുൾ തിളങ്ങുക. അധികം ആൾക്കാരൊന്നുമില്ല ഈ ഹാളിനകത്ത്. നമുക്ക് എന്ത് തോന്നിയാസിലാണെങ്കിൽ ഫോട്ടോ എടുക്കാം. ആരും പ്രത്യേകിച്ച് നോക്കാനൊന്നും പോകുന്നില്ല. അധികം റഷ്ടില്ല, നമുക്ക് നാണം കിടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ബ്ലാക്ക് സാധനമല്ലേ, അവിടെ ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട്, നല്ല ബാക്ക്ഗ്രൗണ്ടാണ്. ഇവിടെ കുറേ ചേച്ചിമാരും ഏട്ടന്മാരൊക്കെ പീസ് ഏരിയ. അധികം ഈ ചർച്ച് സ്ട്രീറ്റിൽ നേരെ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ, ഈ ഹാളിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ഭയങ്കര പീസ് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് അതൊന്നുമില്ല. ഇവിടെ കുറച്ച് കഫേ പോലെ ജസ്റ്റ് ചായ കുടിക്കാം. ഇവിടെ കുറേ മാല, കുറേ മുത്തുമുത്തുള്ള സാധനങ്ങൾ, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കാൻ കിട്ടും. നല്ല രസമുണ്ടായിരുന്നു കുഞ്ഞു കുട്ടി മാലകളും. പക്ഷേ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഒരു ചെറിയ സാധനത്തിന് വില വെച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് 400 രൂപ പറഞ്ഞത്. നല്ല റേറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഫുൾ സാരികളാണ്, കുറേ വെറൈറ്റി സാരികൾ. എന്ന് വെച്ചാൽ വലിയ ക്വാളിറ്റി ഒന്നും എനിക്ക് അറിഞ്ഞൂടാ, നല്ല സാരികളൊക്കെ കിട്ടുമായിരുന്നു. നമ്മളങ്ങനെ RCBൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമുക്കിനി ഈ വഴിയൊക്കെ ഒന്ന് പോയി നോക്കാം. വേറെ വഴികൾ, നമ്മൾ സഞ്ചരിക്കാത്ത വഴികൾ, മറ്റേ ചർച്ച് സ്ട്രീറ്റിൽ തന്നെ നമ്മൾ പോകാത്ത ആ ഏരിയ കൂടി നമുക്ക് പോയി നോക്കാം. കാണാത്ത ഷോപ്പിലൂടെ ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഒരു കുട്ടി വാവേണ്ട, ഞാൻ ടാറ്റയിൽ നിന്ന് കുട്ടി മൈൻഡ് വെച്ചില്ല. നേരെ നടക്കാം. നമ്മളിതിപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു എംപയർ ഹോട്ടൽ കാണാം. എന്താ അറിയാം ഇപ്പോഴേ പറയാൻ കാരണം, ആ ഹോട്ടലിൽ അടിക്കുന്ന സ്മെല്ല് അടിപൊളിയായിട്ട് ഇപ്പോൾ തന്നെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള ഫുഡാന്ന് തോന്നുന്നു. അടിപൊളി ബിരിയാണീൻ്റെ എന്തൊക്കെയോ സ്മെല്ലുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നടക്കാം. ഇവിടെ കുറേ പേര് ഇങ്ങനെ ക്ലബിൻ്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടൈമായല്ലോ, ക്ലബ്ബിലെ പരിപാടി ഡാൻസും കൂത്തൊക്കെ തുടങ്ങുന്ന സമയമായതുകൊണ്ട് ഓരോരുത്തർ ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് ചില്ലായിട്ട് വരുന്നുണ്ട്. കുറേ ബലൂൺ വിൽക്കുന്ന ഏട്ടന്മാരും പാട്ട് വായിക്കുന്ന ആൾക്കാർ, ഗിറ്റാർ വായിക്കുന്ന ആൾക്കാർ, എല്ലാതരം ആൾക്കാരും ഉണ്ട് അവിടെ. കുറേ മലയാളീസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും മലയാളി സൗണ്ട് കുറേ വരുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടില്ലേ ഷൂ, അതേപോലെ കുറച്ചുകൂടി വെറൈറ്റി ആണ്. ഈ കടയിൽ എന്താ വെച്ചാൽ ഭയങ്കര ലൈറ്റിങ് എഫക്റ്റ് ആട്ടോ. നല്ല ആകർഷണമായിട്ടുള്ള ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഷോപ്പായിരുന്നു ഇത്. നിറയെ കുറേ കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കണ്ടോന്ന് അറിയില്ല, കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മൾ വന്നത് അതിൻ്റെ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് വന്നത്. നമ്മൾ റൈറ്റ് സൈഡിൽ കൂടി നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കവർ ചെയ്യാത്ത സാധനങ്ങളൊക്കെ നമുക്ക് ഈ സൈഡിൽ കൂടി ഇപ്പോൾ കിട്ടും. അതാണ് ഞാൻ ഇതിലൂടെ എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, എൻ്റെ കൂടെ വന്ന 2 ആൾക്കാരെ മുമ്പിൽ നടക്കുന്നത്. ഇവിടെ കുറേ ഈ ലെഫ്റ്റ് സൈഡ് നിങ്ങൾ കണ്ടതല്ല, കുറേ ചേച്ചിമാർ ഫ്രൂട്ട്സ് വെക്കുന്നുണ്ട്. അങ്ങനെ കുറേ ഫ്രൂട്ട്സ് അപ്പം കട്ട് ചെയ്ത് കൊടുക്കുന്ന കുറേ ഷോപ്പുകൾ ഇവിടെ കണ്ട്. ഈ റൈറ്റ് സൈഡിലുള്ള സാധനത്തിന് കയറാൻ പറ്റില്ല, ഒടുക്കത്തെ റേറ്റാണെന്ന് കണ്ടാലറിയാം.
ഇപ്പോൾ കുറേ സായിപ്പന്മാരും മദാമ്മമാരും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഞാൻ ഈ പോകുന്നിടയ്ക്ക് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. 2-3 പേര് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ 2-3 സെറ്റായി നടന്നു പോകണം. ഞാൻ കണ്ടിരുന്നു ഭയങ്കര റഷ് കൂടി വരിക. ഞാൻ പറഞ്ഞില്ലേ ക്ലബിൻ്റെ ടൈം ആയതുകൊണ്ട് കുറേ പേരിങ്ങനെ ഓടി വരുന്നുണ്ട്. ഇതാ ഇനി ഫുള്ള് പറയാൻ മാത്രമൊന്നുമില്ല, ഇനി ഫുള്ള് കാണാനുള്ള. നമ്മളിതിൻ്റെ മറ്റേ സൈഡിലേക്ക് റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഇതിൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലാണ്, എൻ്റെ ആദ്യത്തെ വോയിസ് ഓവറാണ്. ചിലപ്പോൾ അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും. നിങ്ങൾ എന്തായാലും ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ ട്രോളാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് സൺഡേ ആയതുകൊണ്ടാണ് കുറേ ലൈറ്റ്സും ആൾക്കാരൊക്കെ ഇത്രയും റഷ് ഉള്ളത്. ബാക്കിയുള്ള ദിവസം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ്. നിങ്ങൾ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ക്ലബിൻ്റെ ടൈമിൽ ഒരു 10:30 കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ചർച്ച് സ്ട്രീറ്റ് നമുക്ക് ഒരിക്കൽ കൂടി വന്ന് അടിപൊളിയായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ, ബൈ ബൈ.